ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറിനെയും അതിൻ്റെ ഫങ്ഷനെയും അതിൽ ട്രാൻസ്പോർട്ടിനെയും കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ഇത് നമ്മുടെ BSc സുവോളജി തേർഡ് ഇയർ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, അതിലൂടെയുള്ള ട്രാൻസ്പോർട്ട്. ദെൻ എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് നോക്കാം. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിലെ ഔട്ടർ മോസ്റ്റ് മെംബ്രെയിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ സെൽ മെംബ്രെയിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി വളരെ തിന്നായിട്ടുള്ള ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇത് സെമി പെർമേബിൾ ആണ്. സെമി പെർമേബിൾ മീൻസ് സെലക്റ്റീവ്ലി പെർമേബിൾ. ഒരു സെലക്റ്റീവായിട്ട് മാത്രമേ സബ്സ്റ്റൻസസിനെ ഉള്ളിലേക്ക് കടത്തി വിടുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുള്ളൂ. ഉള്ളിൽ മീൻസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക്. ഇതൊരു ബയോളജിക്കൽ മെംബ്രെയിൻ ആണ്, ഒരു ലിവിങ് മെംബ്രെയിൻ ആണ്. സൈറ്റോപ്ലാസത്തിന്റെ ബൗണ്ടറി ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സെല്ലിന്റെ ഉള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ട്. സൈറ്റോപ്ലാസത്തിന് ഒരു ബൗണ്ടറി, ഒരു മതില് പോലെയായിട്ടാണ് ഈ സെൽ മെംബ്രെയിൻ കാണപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ ലെമ്മ എന്നും കൂടി നമ്മൾ ഇതിന് പറയുന്നുണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ആനിമൽ സെല്ലായിക്കോട്ടെ, ആനിമൽ സെല്ലിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് മെംബ്രെയിൻ. ഇങ്ങനെ വേണം പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിലും ബാക്ടീരിയൽ സെൽസിൻ്റെ കാര്യത്തിലായാലും ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ എവിടെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻസൈഡ് ദ സെൽ വോൾ. സെൽ വോൾ കഴിഞ്ഞതിന് ശേഷമാണ് പ്ലാസ്മ മെംബ്രെയിൻ കാണുന്നത്. സോ ഇറ്റ് വർക്ക് ആസ് എ ബാരിയർ ഫോർ ദ ഫ്ലോ ഓഫ് സം കോമ്പണൻസ്. അതായത് ചില കോമ്പണൻസിൻ്റെ ഫ്ലോയിൽ ഒരു ബാരിയർ ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അത് പുറത്തേക്ക് പോകാനാണെങ്കിലും ഉള്ളിലേക്ക് കടക്കാനാണെങ്കിലും. അപ്പോൾ ഒരു വീടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൽ ഒരു വീടാണെന്നുണ്ടെങ്കിൽ അതിലൊരു നമ്മൾ മതിൽ പണിയില്ലേ, അതുപോലെയാണ് ഒരു പ്ലാസ്മ മെംബ്രെയിൻ സെല്ലിൽ ആക്ട് ചെയ്യുന്നത്. ആരൊക്കെ ഉള്ളിലേക്ക് കടക്കണമെന്നും ആരൊക്കെ പുറത്തേക്ക് പോകണമെന്നും തീരുമാനിക്കുന്നത് ആ ഒരു ബൗണ്ടറിയാണ്. സോ ഇറ്റ് ഡിറ്റർമിൻസ് ദ കോമ്പോസിഷൻ ഓഫ് സൈറ്റോപ്ലാസം ഇൻ ദ സെൽ. ഓക്കെ, സോ പ്ലാസ്മ മെംബ്രെയിൻ സെലക്റ്റീവ്ലി പെർമേബിൾ ആണ് to certain ions and organic molecules. Then പ്ലാസ്മ മെംബ്രെയിൻ്റെ ഓൾമോസ്റ്റ് 75 എന്താണ് തിക്നെസ് ഉണ്ട്, ആങ്സ്ട്രം തിക്നെസ് ഉണ്ട് പ്ലാസ്മ മെംബ്രെയിന്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ കോൺസ്റ്റൻ്റ് ആണ്. അനിമൽസിലായാലും ബാക്ടീരിയൽ സെൽസിലായാലും ഇതിൻ്റെ തിക്നെസ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ബ്ലഡ് സെൽസിൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ഫോംഡ് ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ്, അതായത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും അതേപോലെ തന്നെ ലിപ്പിഡ്സും, ഫോസ്ഫോലിപ്പിഡ്സും കൊണ്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ. സോ ഈ ഒരു മോളിക്യൂൾസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഡെഫിനിറ്റ് പാറ്റേണിലാണ്. അപ്പം ഇതാണ് ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ഗ്ലൈക്കോ പ്രോട്ടീൻസ്, അതായത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഉണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫോലിപ്പിഡാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതൊക്കെ ഡെഫിനിറ്റ് പാറ്റേൺ ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദെൻ എങ്ങനെയാണ് ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 മോഡൽ സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ട്രൈ ലാമിലാർ മോഡൽ, സെക്കൻഡ് ബയോമോളിക്കുലാർ ലീഫ്ലെറ്റ് മോഡൽ, തേർഡ് ലാറ്റിസ് മോഡൽ, ഫോർത്ത് മിസെല്ലാർ മോഡൽ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഓക്കെ, അപ്പം ഇതിൽ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന ഒരു മോഡൽ സെൽ സ്ട്രക്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് സിംഗർ ആൻഡ് നിക്കോൾസൺ 1972 അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ദ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻസ്. ഈ ഒരു മോഡൽ പ്രകാരം പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ കമ്പോസ് ചെയ്തിരിക്കുന്നത് പ്രോട്ടീൻസും ലിപ്പിഡും കൊണ്ട് മാത്രമാണ്. അതിൽ ലിപ്പിഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് പാർട്ടാണ്. ലിപ്പിഡ് ഒരു ഫ്ലൂയിഡ് ആയിട്ടാണ് കാണുന്നത്. അതിൽ പ്രോട്ടീൻസ് എല്ലാം നമ്മളിപ്പം എന്താണ് ചിപ്സ്, അല്ലെങ്കിൽ നമ്മൾ ഈ മാർബിളൊക്കെ ഇടുന്നില്ലേ, അതുപോലെ അവിടെ ഇവിടങ്ങളിലായിട്ട് എംബഡ് ചെയ്തിട്ടാണ്
പ്രോട്ടീൻസ് കാണുന്നത്. അപ്പം ഫ്ലൂയിഡ് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ലിപ്പിഡും അതിൽ അവിടവിടങ്ങളായിട്ട് പ്രോട്ടീൻസ് എംബഡ് ചെയ്ത് കാണുന്നുണ്ട് ഒരു മൊസൈക്ക് മോഡലിൽ. ഓക്കെ, അതുകൊണ്ടതാണ് ഇതിന് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിന് പേര് വരാൻ കാരണം. ദെൻ ഈ ഒരു മോഡൽ ഒരു മൊസൈക്ക് പാറ്റേൺ ആയതുകൊണ്ടാണ് നിക്കോൾസൺ ആൻഡ് സിംഗർ ഇതിന് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന പേര് വിളിക്കാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക് സ്ട്രക്ചറാണ്. അതായത് രണ്ട് ലെയർ ആയിട്ടാണ് ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ തിന്നായിട്ടുള്ള ഒരു ബയോളജിക്കൽ ബൗണ്ടറിയാണ് ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ. ഈ ഒരു ബൗണ്ടറി ഇൻട്രാ സെല്ലുലാർ എൻവയോൺമെന്റിൽ നിന്നും എക്സ്ട്രാ സെല്ലുലാർ സ്പേസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് കാണുന്നത്. ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളതുകൊണ്ട് സെല്ലിന് എന്തൊക്കെ സിഗ്നിഫിക്കൻസ് ആണുള്ളതെന്ന് വെച്ചാൽ സെൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സ്റ്റൻസസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മോളിക്കുലാർ കോമ്പോസിഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ നോക്കാം. പ്രൈമറിലി നമുക്കറിയാം മെയിൻലി എന്തൊക്കെയാണ് ഒരു പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്നത്. ലിപ്പിഡ് കാണുന്നുണ്ട്, പ്രോട്ടീൻസ് കാണുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് കാണുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ലിപ്പിഡിനെ കുറിച്ച് നമുക്ക് പറയാം. ഒരു ഫ്ലൂയിഡ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത് പ്ലാസ്മ മെംബ്രെയിനിൽ ലിപ്പിഡാണ്. ഇറ്റ് ഇസ് എ ഫൗണ്ടേഷണൽ സ്ട്രക്ചർ ഓഫ് ദ മെംബ്രെയിൻ. അതിൽ മെയിനായിട്ട് ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയേഴ്സ് ആണ്. 2 ലെയർ ആയിട്ടാണ് കാണുന്നത്. ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയേഴ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ചിത്രത്തിൽ നോക്കിക്കേ, ഈ ഒരു ബീഡ്സ് ലൈക്ക് സ്ട്രക്ചറാണ് സ്ട്രക്ചറും ഈ ഒരു ടെയിൽ പോലെയുള്ള സ്ട്രക്ചേഴ്സ്, ഇതാണ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. ഈ ഒരു കംപ്ലീറ്റ് ഒരു സ്ട്രക്ചറിനെയാണ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. ഇത് ബീഡ്സ് പുറത്തേക്കും ഇതിൻ്റെ ഒരു ടെയിൽ റീജിയൻ അകത്തേക്കുമായിട്ടാണ് കാണുന്നത്. അപ്പം 2 ഫോസ്ഫോലിപ്പിഡ്സ് പരസ്പരം ഒപ്പോസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്നത്. ഫോസ്ഫോലിപ്പിഡിൽ ദേ ആർ ആംഫിപതിക്. ആംഫിപതിക് മീൻസ് അതിന് 2 റീജിയൻ ഉണ്ട്. ഒരു എൻഡ് വാട്ടർ ലവിങ് അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് റീജിയനും ഒരെൻഡ് വാട്ടർ ഫിയറിങ് ഹൈഡ്രോഫോബിക് റീജിയനുമാണ് ഉള്ളത്. ഇതിൽ ഹൈഡ്രോഫിലിക് അല്ലെങ്കിൽ വാട്ടർ ലവിങ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഹെഡ് റീജിയൻ ആണ്. ഈ ഒരു വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ബീഡ്സ്, ഇതാണ് ഹെഡ് റീജിയൻ അല്ലെങ്കിൽ വാട്ടർ ലവിങ്. വാട്ടർ ലവിങ് മീൻസ് ഹൈഡ്രോഫിലിക് ഹെഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഹെഡ് റീജിയനിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഗ്ലിസറോളും ആണ് അടങ്ങിയിട്ടുള്ളത്. അത് പുറത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ എല്ലാ ഹെഡ് റീജിയനും പുറത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് കാണുന്നത്. ദെൻ അത് വാട്ടർ ലവിങ് റീജിയൻ ആണ്. ടുവേർഡ്സ് ദ അക്വസ് സൈറ്റോപ്ലാസം ആൻഡ് ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അക്വസ് സൈറ്റോപ്ലാസത്തിനോടും അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡുമായിട്ടാണ് ഇത് ഒപ്പോസ് ചെയ്ത് കാണുന്നത്. ദെൻ ഹൈഡ്രോഫോബിക് ടെയിൽസ് അല്ലെങ്കിൽ വാട്ടർ ഫിയറിംഗ് റീജിയൻ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് 2 ഫാറ്റി ആസിഡ് ചെയിൻസ്. അതാണ് ഈ 2 ചെയിനായിട്ട് കാണുന്നത്. 2 ഫാറ്റി ആസിഡ് ചെയിൻസ്, ഓഫൺ 1 സാച്ചുറേറ്റഡ് ആൻഡ് 1 അൺസാച്ചുറേറ്റഡ്. ഒന്ന് സാച്ചുറേറ്റഡും ഒന്ന് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആണ് കാണുന്നത്. ക്ലസ്റ്റർ ഇൻ ദ ഇന്റീരിയർ റീജിയൻ ഓഫ്, അത് ഉള്ളിലേക്കാണ് കാണുന്നത്. ഒരു സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലേക്കാണ് കാണുന്നത്. കണ്ടില്ലേ, ഇത് ഈ ഒരു വാട്ടർ ലവിങ് റീജിയൻ പുറത്തേക്കും ഈ ഒരു ഫാറ്റി ആസിഡ് റീജിയൻ ടെയിൽ റീജിയൻ ഉള്ളിലേക്കായിട്ടാണ് കാണുന്നത്. എവേ ഫ്രം വാട്ടർ, കാരണം വാട്ടർ ഫിയറിംഗ് റീജിയൻ ആയതുകൊണ്ട് വാട്ടറിൽ നിന്ന് കുറച്ച് അകലെയായിട്ടാണ് ഇത് കാണുന്നത്. ഇതാണ് ഫോസ്ഫോ ലിപ്പിഡ് ബൈലെയറിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് കൊളസ്ട്രോളിനെ കുറിച്ച് പറയാം. ഒരു അനിമൽ സെൽ മെംബ്രെയിനിൽ പ്രൈമറിലി കാണുന്നൊരു കോമ്പൗണ്ടാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മെംബ്രെയിൻ്റെ ഫ്ലൂയിഡിറ്റി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊളസ്ട്രോൾ സഹായിക്കുന്നത്. അപ്പം ഒരു വാം ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോൾ എന്തായും, അത് കൊളസ്ട്രോളിൻ്റെ ഇടയിലൂടെ, കൊളസ്ട്രോൾ അറിയാമല്ലോ, ലിപ്പിഡ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കൊടുക്കുന്നത് ഈ ഒരു ലിപ്പിഡ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആണ്. ഒരു വാം ടെമ്പറേച്ചർ ആണെങ്കിൽ ഈ കൊളസ്ട്രോളിൻ്റെ ഇടയിലൂടെയുള്ള മൂവ്മെൻ്റ് പാർട്ടിക്കിൾസ് റെസ്ട്രിക്റ്റ് ചെയ്യും. കാരണം അതിൻ്റെ ഇടയിൽ സ്പേസസ് കുറവായിരിക്കും. പ്രിവെൻറ്റിങ് ദ മെംബ്രെയിൻ ഫ്രം ബിക്കമിങ് ടു ഫ്ലൂയിഡ്. ആ മെംബ്രെയിനിലുള്ള ഫ്ലൂയിഡ് വളരെ ഭയങ്കര എന്താ പറയുക, ഫ്ലൂയിഡി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വാം ടെമ്പറേച്ചർ. ദെൻ ഒരു ലോ ടെമ്പറേച്ചർ ആണെങ്കിലോ സോളിഡിഫിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യുക. അതായത് ഈ ഒരു കൊളസ്ട്രോളുകൾ തമ്മിലുള്ള
സ്പേസസ് എന്താണ്, ദേ ആർ പാക്കിംഗ് ടു ക്ലോസ്ലി ടുഗദർ. അതായത് അതിലൂടെയുള്ള സബ്സ്റ്റൻസസിൻ്റെ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഹിബിറ്റിംഗ് ദ ട്രാൻസിഷൻ ടു എ സോളിഡ് ഓർ റിജിഡ് സ്റ്റേറ്റ്. ഇതാണ് ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ പറയുന്ന ഒരു പ്ലാസ്മ മെമ്പറിൻ്റെ സ്ട്രക്ചർ. ഇതാണ് ഈ ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആയിട്ട് കാണുന്ന രണ്ട് എന്താണ് ലിപ്പിഡ് പോർഷൻസിന് പറയുന്നത്. ദെൻ ഇത് വാം ടെമ്പറേച്ചർ ആണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള സ്പേസസ് എന്താണ്, കുറവായിരിക്കും. ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇത് തമ്മിലുള്ള സ്പേസസ് കൂടുതലായിരിക്കും. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇതാണ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് റീജിയൻ. തന്നെ ഇവിടെ വരച്ചിരിക്കുന്ന ബ്ലൂ കളറിലുള്ളതാണ് പ്രോട്ടീൻ. ഈ ഒരു വയലറ്റ് കളറുള്ളത് ഫോസ്ഫോലിപ്പിഡ്സ്. അതിനിടയിൽ കാണുന്ന കൊളസ്ട്രോൾ. ഇതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലിപ്പിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലിപ്പിഡും പ്രോട്ടീനും കൊണ്ടാണ് മെയിൻലി ദിസ് ഇസ് കമ്പോസ്ഡ് ഓഫ് മെയിൻലി ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻസ്. ആൻഡ് ലിപ്പിഡ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഫ്ലൂയിഡ്. പ്രോട്ടീൻസ് ആർ എംബഡഡ് ഹിയർ. ലിപ്പിഡ്സിലാണ് പ്രോട്ടീൻസ് എംബഡ് ചെയ്ത് കാണുന്നത്. ആ ഒരു മൊസൈക്ക് പാറ്റേണിൽ ഈ ലിപ്പിഡിലുള്ള ഈ പ്രോട്ടീൻ പ്രസൻസ് ആണ് ആ ഒരു മൊസൈക്ക് പാറ്റേൺ കൊടുക്കുന്നത്. ഹെൻസ് ദ നെയിം ഇസ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ലിപ്പിഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് ഫോംസിൽ, 2 ലെയർ ബൈലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഔട്ടർ ലെയറും ഇന്നർ ലെയറും ആയിട്ട്. അതിൽ ലിപ്പിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനൊരു ഹൈഡ്രോഫോബിക് ടെയിലും ഒരു ഹൈഡ്രോഫിലിക് ഹെഡും ഉണ്ട്. ഹൈഡ്രോഫിലിക് ടെയിൽ എന്ന് പറയുന്നത് 2 ലെയേഴ്സ് ഫേസ് ഈച്ച് അതർ. ഹൈഡ്രോഫോബിക് ഹെഡ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഔട്ട്വേർഡ്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രോട്ടീനെ കുറിച്ച് പറയാം. പ്രോട്ടീൻസ് അക്കൗണ്ട്സ് ഫോർ അബൌട്ട് 50% എന്നാണ് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മെംബ്രെയിൻ പ്രോട്ടീൻസിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോട്ടീൻസ്, ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ്, പെരിഫറൽ ഓർ എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ്. ദെൻ ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ദർ അസോസിയേഷൻ വിത്ത് ദ ലിപ്പിഡ് ബൈലെയർ. അതിൽ ഫസ്റ്റ് നമുക്ക് ഇൻ്റഗ്രൽ പ്രോട്ടീൻസിനെ കുറിച്ച് നോക്കാം. അത് നമ്മൾ പറയുന്നതിന് മുന്നേ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് കാണിച്ചു തരാം. ഇതാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഈ ഒരു റീജിയനിൽ കാണുന്ന യെല്ലോ കളറിൽ വരച്ചിരിക്കുന്നതിനാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ദെൻ ദിസ് ഇസ് പെരിഫറൽ പ്രോട്ടീൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻ നോക്കാം. ഇൻ്റഗ്രൽ പ്രോട്ടീൻ്റെ പ്രത്യേകത ലിപ്പിഡ് ബൈലെയറിലുള്ള ഹൈഡ്രോഫോബിക് കോർ റീജിയനിലേക്ക് പെനിട്രേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം ലിപ്പിഡ് ബൈലെയറിൽ എന്തുണ്ട്? ഹൈഡ്രോഫിലിക് റീജിയനും ഉണ്ട്, ഹൈഡ്രോഫോബിക് റീജിയനും ഉണ്ട്. അതിൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള, അതായത് വാട്ടർ ഫിയറിംഗ് റീജിയനിലേക്ക്, അതിൻ്റെ കോർ റീജിയനിലേക്ക് അല്ലെങ്കിൽ സെൻറ്ററിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കാണുന്ന പ്രോട്ടീനാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മെംബ്രെയിൻ്റെ എൻറ്റയർ പോർഷനും സ്പാൻ ചെയ്ത്, എൻറ്റയർ പോർഷനിലേക്കും സ്പാൻ ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സ്പാൻ ചെയ്തിട്ടാണ് കാണുന്നത്. ഇതേപോലെ, അതായത് കംപ്ലീറ്റ്ലി ഈ ഒരു ഭാഗത്തിന് മൊത്തമായിട്ട് കവർ ചെയ്തിട്ടാണ് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് കാണുന്നത്. അതിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചിത്രത്തിൽ നോക്കാം. ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്, ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ. ഇതാണ് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ. അതായത് കംപ്ലീറ്റ്ലി ഈ ഒരു മെംബ്രെയിനിൽ മൊത്തം സ്പാൻ ചെയ്തിട്ടാണ് ഈ ഒരു ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് കാണുന്നത്. അപ്പം ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ദേ സ്പാൻ ദ എൻറ്റയർ മെംബ്രെയിൻ പ്രൊട്രൂഡിങ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ്സിലുമായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. കുറേ ഇൻ്റഗ്രൽ പ്രോട്ടീൻസും എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഈ ഒരു സബ്സ്റ്റൻസസിൻ്റെ അല്ലെങ്കിൽ റിസപ്റ്ററായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചാനലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദേ ആർ ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ഫ്രം ദ മെംബ്രെയിൻ വിത്തൗട്ട് യൂസിങ് ഡിറ്റർജൻസ്. ഓക്കെ, ദെൻ അടുത്തത് പെരിഫറൽ ഓർ എക്സ്ട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ്റെ സർഫസിൽ കാണുന്ന പ്രോട്ടീൻസിനെയാണ് പെരിഫറൽ പ്രോട്ടീൻ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അത് ഒന്നുകിൽ സൈറ്റോപ്ലാസ്മിക് റീജിയനിൽ കാണാം അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ സൈഡിലും കാണാം. അത് എപ്പോഴും ഇൻ്റഗ്രൽ പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്, ഓർ ദ പോളാർ ഹെഡ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ്.
സോ ദേ ആർ ഈസിലി സെപ്പറേറ്റഡ് വിത്തൗട്ട് ഡിസ്റപ്റ്റിംഗ് ദ ബൈലെയർ. നമുക്ക് നോക്കാം പെരിഫറൽ എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ് എവിടെയാണ് കാണുന്നത് നോക്കാം. ഇതാണ് എക്സ്റ്റേണൽ സർഫസ്. അതിൽ പെരിഫറൽ പ്രോട്ടീൻസ് നമുക്ക് കാണുന്നത് ഇതാ ഈ ഒരു റീജിയനിൽ, അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് പെരിഫറൽ പ്രോട്ടീൻസ് കാണുന്നത്. ഒന്നുകിൽ ലിപ്പിഡ് ബൈലെയറിലേക്കോ അല്ലെങ്കിൽ പുറത്ത് എക്സ്ട്രാ സെല്ലുലാർ റീജിയനിലേക്കോ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻ നോക്കുവാണെങ്കിൽ 6 റോൾസ് ഉണ്ട്, 6 ഫങ്ഷൻസ് ഉണ്ട്. മെയിൻലി പ്ലാസ്മ മെംബ്രെയിന് ട്രാൻസ്പോർട്ടേഷനാണ് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ആ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചാനൽ, ഹൈഡ്രോഫിലിക് ചാനലിലൂടെ പ്രോട്ടീൻസ് ഹൈഡ്രോഫിലിക് ചാനലിലൂടെയാണെങ്കിൽ അത് സോഡിയം പൊട്ടാസ്യം പമ്പൊക്കെയാണ് ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ സഹായിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി, ചില പ്രോട്ടീൻസ് എന്തായിട്ട് ആക്ട് ചെയ്യും, എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, മെറ്റബോളിക് പാത്വേസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ മൂന്നാമത്തെ ഫംഗ്ഷൻ സിഗ്നൽ ട്രാൻസ്ഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ചില മെംബ്രെയിൻ പ്രോട്ടീൻസ് റിസപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അത് സ്പെസിഫിക് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ലിഗാൻഡ്, അതായത് ഫോറിൻ മെറ്റീരിയൽസ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് സെൽ സിഗ്നലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെൽ റെക്കഗ്നിഷൻ, ഗ്ലൈക്കോ പ്രോട്ടീൻസ്, അതായത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ഫോറിൻ സബ്സ്റ്റൻസസിന് അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം മോളിക്യൂൾസ് സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്റർ സെല്ലുലാർ ജോയിനിങ്, പ്രോട്ടീൻസ് ഇൻ അഡ്ജസൻറ്റ് മെംബ്രെയിൻ ഹുക്ക് ടുഗദർ ഇൻ വാരിയസ് കൈൻഡ്സ് ഓഫ് ജംഗ്ഷൻ, അതായത് രണ്ടെണ്ണം ഒരുമിച്ച് വരുവാണെങ്കിൽ അതിനെ ടൈറ്റ് ജംഗ്ഷനിൽ, ഗ്യാപ്പ് ജംഗ്ഷനിൽ ഡെസ്മോസോമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അറ്റാച്ച്മെൻറ്റ് ടു ദ സൈറ്റോസ്കെലിറ്റൻ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ റീജിയൻ, അതായത് മെംബ്രെയിൻ. പ്രോട്ടീൻസ് ആങ്കർ ദ മെംബ്രെയിൻ ടു ദ മൈക്രോഫിലമെൻറ്റ്സ്, അതായത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. സെല്ലിൽ സെൽ ഓർഗനൽസ് ഉണ്ട്, സൈറ്റോപ്ലാസം എല്ലാം ഉണ്ട്. ആ ഒരു സൈറ്റോസ്കെലിട്ടൻ എന്ന് പറയുന്നതാണ് മെഷ് ലൈക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചറാണ് സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്നത്. ആ ഒരു സൈറ്റോസ്കെലിട്ടനാണ് ഈ ഒരു ഇത്തരത്തിലുള്ള പ്രോട്ടീൻസിന്, ഈ ഇത്തരത്തിലുള്ള കോമ്പൗണ്ട് അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും സെല്ലിനൊരു സ്ട്രക്ചർ കൊടുക്കുന്നതും. അപ്പം ആ പ്രോട്ടീൻസ് എല്ലാം തന്നെ ഈ ഒരു മൈക്രോ ഫിലമെൻറ്റ്സ് അല്ലെങ്കിൽ സൈറ്റോസ്കെലിട്ടനിൽ ആങ്കർ ചെയ്തിട്ട് ഒട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കൊളത്തി നിൽക്കുക എന്ന് പറയും നമ്മൾ. ആൻഡ് ദ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ECM ആയിട്ട്. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻലി കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീനാണ് കാണുന്നത്. പ്രോട്ടീനായിട്ട് കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ചെയ്ത് കാണുകയാണെങ്കിൽ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്നും, കാർബോഹൈഡ്രേറ്റ് ലിപ്പിഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുവാണെങ്കിൽ ഗ്ലൈക്കോ ലിപ്പിഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. താങ്ക് യു. ഇത്രയാണ് അതിൽ നമുക്ക് പറയാനുള്ളത്.